അപ്പം നമ്മളിന്ന് ഗോഡ് സിമുലേറ്റർ 3 ആണ് കളിക്കാൻ പോണത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഗോഡ് സിമുലേറ്റർ 1 ഇതിട്ടായിരുന്നു. അതിൽ നമ്മൾ ആ വീഡിയോ ലാസ്റ്റ് പറഞ്ഞായിരുന്നു ഒരു ഗ്രീൻ കളർ ഒരു പൈപ്പ് പോലത്തെ സംഭവം അത് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നു. പിന്നെ ഒരു ഗോട്ടിനും കൂടെ അൺലോക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സംഭവം നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ വേൾഡിലേക്ക് പോകണമെങ്കിൽ നമ്മളതിൽ മണി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ട് ഗോഡ് സിമുലേറ്റർ 1 പാർട്ട് 2 നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വേറെ കുറേ ഹൊറർ ഗെയിംസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗോഡ് സിമുലേറ്റർ 3 ആണ് കളിക്കാൻ പോണത്. ഫസ്റ്റ് ഓഫ് ഓൾ മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യട്ടെ. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വിസിബിൾ ആവില്ലേ. ഇത് ലോഡിങ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കണ്ടോ. പിന്നെ സംഭവം പാർട്ടായിട്ട് ചെയ്യണത്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ മ്യൂസിക് കാരണം എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ എല്ലാ വീഡിയോയും ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഞാൻ ട്രയൽ വീഡിയോ കണ്ടു നോക്കും, ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണണതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. നിങ്ങൾ കമൻ്റൊന്നും ചെയ്യണില്ല കേട്ടോ. അതെൻ്റെ ചാനൽ നിങ്ങൾക്ക് വിസിബിൾ ആവാത്തതുകൊണ്ടാണോ എന്നും അറിയില്ല. നമ്മൾ AK ലെജൻഡറി ഗെയിമിംഗ് എന്നായിരുന്നു ചാനലിൻ്റെ ആദ്യത്തെ പേര്. നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് AJ ഗെയിമിംഗ് എന്നാക്കിയിട്ടോ. നമുക്ക് മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഓക്കെ, എല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഇൻട്രോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളതിലൊരു ഗോട്ടായിട്ടാണ് കളിക്കാൻ പോണത് കേട്ടോ. ഈ സംഭവം നമ്മൾ വണ്ടിയിലെവിടെയോ പോവുകയാണ്. ഇൻട്രോ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. നമ്മളേതൊരു ഫാം ഹൗസിലേക്കാണ് പോണത് എന്നാണ് എൻ്റെ വിശ്വാസം. അതെ ഗൈസ്, അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ആ ഫാം ഹൗസ് അല്ല കേട്ടോ, അപ്പുറത്തൊരു ഫാം ഹൗസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് സംതിങ് ആണ് പോണത്. ഇൻട്രോ സ്കിപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഗൈസ്, അതിപ്പോൾ കാണാനില്ല. ഇതൊരു ബിഗ് മാപ്പാണ് കേട്ടോ. വണ്ടി നിർത്തിയിട്ടുണ്ട്, നിർത്തിയെന്നാണ് വിശ്വാസം. ഇയാൾ വണ്ടി നിർത്തുമെന്നെൻ്റെ സംശയം കേട്ടോ. ഇയാൾ വണ്ടി നിർത്തണില്ലേ. ഇപ്പോഴാണ് കേട്ടോ സ്കിപ്പ് ഇൻട്രോ ഓപ്ഷൻ വന്നത്. ഇൻട്രോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സംഭവം കാണാൻ പറ്റും, കാസ്റ്റിൽ പോലെ. ഈ സംഭവം നമുക്ക് ഒരു 5-6 ഉണ്ട് കേട്ടോ ഗെയിമിൽ. ഞാൻ മാപ്പ് എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കാണുന്ന സംഭവം ഗോഡ് ടവറാണ്. 3, 4, 5, 6 സംതിങ് ഉണ്ട്. അതെ ഗൈസ്, 6 ഗോഡ് ടവർ ഉണ്ട്. ആ 6 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മിഡിൽ നിങ്ങൾക്കൊരു ബട്ടൺ കാണാൻ പറ്റും, നമ്മളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് എന്തോ ഒരു സംഭവം പുറത്തോട്ട് വരും, ഒന്നും കൂടി മുകളിലോട്ട് വരും ഭൂമിയുടെ അടിയിൽ നിന്ന് സംഭവം. ഇത് നമുക്ക് കുറേ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഗോഡ് ടവർ ഇങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. ഈ സംഭവം നിങ്ങൾക്ക് ഉള്ളിൽ കയറി കാണിച്ചു തരാം.
ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ മിഡിലെ സംഭവത്തിൽ കയറി നിൽക്കണം, എന്നാലേ ആ ഡോർ അൺലോക്ക് ആവുള്ളൂ. ഡോർ തുന്നുണ്ട്, മൊത്തം അലങ്കോലമായിട്ട് കിടക്കണ്ട ഉള്ളിൽ. ഇവിടെ ഒരു വലിയ ഗേറ്റ് കാണാൻ പറ്റും, ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അവിടെ മുമ്പിൽ ഗേറ്റ് കാണാൻ പറ്റുണ്ടാവും നിങ്ങൾക്ക്. ആ സംഭവം നമ്മൾ ചങ്ങല വെച്ച് പൂട്ടി വെച്ചേക്കാണ്, അത് നമ്മൾ അൺലോക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ മെഷീൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മെഷീൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അൺലോക്ക് ചെയ്യാൻ. അപ്പോൾ തൊട്ട് കടക്കാൻ പറ്റുന്നില്ല കേട്ടോ, കല്ലുകളുണ്ട്. അപ്പോൾ ഒരു 6 റിങ് പോലത്തെ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ അറ്റത്ത് കാണുന്ന സംഭവം ഫുള്ളാണ്, അതുകൊണ്ടാണ് ഈ താഴെ കാണുന്ന റിങ് ഗ്ലോ ആവണത്. നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. ഇപ്പോൾ ആ ചങ്ങല ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഇവിടെ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ തുളസിത്തറ പോലത്തെ സാധനത്തിൽ നമ്മളെന്തോ ചെയ്യണം, ഇറങ്ങിയോടെ എന്തോ ചെയ്യണ്ടേ. നമ്മൾ അവിടെ പോയി ഇൻട്രാക്ട് ചെയ്യണമെന്ന് തോന്നണം. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മൾ പുറത്തോട്ട് പോകണം. ഇതിൽ പിന്നെ ജീസസ് ഉണ്ട്, പിന്നെ പെന്നി വൈസ് ഉണ്ട് കേട്ടോ. പെന്നി വൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജീസസിനെയും കാണിച്ചു തരാം. ഓക്കെ, തുടക്കം തന്നെ ഇവിടെ 2 മെഷീനുകളുണ്ട്. ആയി നമുക്ക് ഇവിടുത്തെ മെഷീൻ ചെയ്യാം. ഹെൽപ്പ് ടു ഫിക്സ് ദ ഹാർവെസ്റ്റർ. അത് നമ്മളെ ഹാർവെസ്റ്റർ ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മുകളിൽ നിങ്ങൾക്കൊരു സാധനം കാണാൻ പറ്റും, ആ സാധനം നമ്മൾ താഴോട്ട് ഇറക്കി കൊടുക്കണം. ഓക്കെ, അതിന് മുമ്പ് ഞാൻ എൻ്റെ അഡ്രസ്സ് ഒന്ന് മാറട്ടെ. ഇവിടെ നമ്മൾ ഈ സാധനം കയറ് വെച്ച് കെട്ടിയിട്ടൊക്കെ മുകളിൽ. ആ സംഭവം നമ്മൾ താഴേക്ക് ഇറക്കി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ പോയിട്ട് തല കൊണ്ട് ഹിറ്റ് ചെയ്യുക. ഈ ആട് കുത്താൻ വരും, അതേപോലെ നമ്മൾ ഹിറ്റ് ചെയ്യണം. ഇപ്പോൾ സാധനം പൊട്ടി താഴെ വീഴും. ഇതിനെ ഹെഡ് ബോട്ട് എന്നാണ് പറയുക. അപ്പോൾ ഹാർവെസ്റ്റർ ഫിക്സ് ആയിട്ട് കേട്ടോ. അപ്പോൾ ആ മെഷീൻ കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ മെഷീൻ ഇവിടെയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഫെർട്ടിലൈസർ എടുക്കണം. എന്നിട്ട് കൊണ്ടുവന്ന് ഇതിലിട്ട് കൊടുക്കണം. അതിലിട്ട് ഇതിലിട്ട് ഇതിലിട്ട് ഇനി നമ്മൾ എന്തോ ചെയ്യണം. അപ്പിച്ചെടി ഇങ്ങനെ തഴച്ച് വളർന്ന് വരും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ.
ഇവിടെ എന്തോ നമ്മൾ ചെയ്യണം. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് പിന്നെ ചെയ്യാണ്ടോ. ഇത് കണ്ടപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വേണം കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇതൊരു മെഷീൻസാണ് കേട്ടോ. നമുക്ക് ട്രസ് പാസിങ് എന്ന മെഷീൻ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അൺലോക്ക് ആയ സെക്ഷനിൽ നിന്ന് നമുക്ക് എല്ലാ മെഷീൻസും കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അൺലോക്ക് ചെയ്താൽ നമുക്ക് പണിയാവും ഗൈസ് ലാസ്റ്റ്. അപ്പോൾ ഇവിടെ ഏതൊരു അമ്മച്ചിയുടെ വീടുണ്ട്. അമ്മച്ചിയുടെ വീടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. നമ്മൾ ഈ കമ്പി വേലി കടന്നു കഴിഞ്ഞാൽ കമ്പി വേലി ടച്ച് ചെയ്ത് ഷോക്ക് അടിക്കണ്ടോ. നമ്മൾ കമ്പി വേലി കമ്പി വേലിയുടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്മച്ചി എന്തോ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളതെല്ലാം ഒഴിഞ്ഞ് മാറി പോയിട്ട് അമ്മച്ചീനെ ഇടിച്ചിടണം. അതായത് നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്യണം. അതുകൊണ്ട് കടക്കാൻ കൂടി പറ്റില്ല കേട്ടോ ഗൈസ്. പണ്ടാരി എന്താടേ ഇത്, ഷോക്ക് അടിക്കണോട് കയറാൻ പറ്റില്ല ഗൈസ്. ഒരു മിനിറ്റ് കേട്ടോ. അമ്മച്ചി അയ്യോ അമ്മച്ചി വെടിവെച്ചതായിട്ട് ഗൈസ്. ഒന്ന് എണീക്കാൻ സമയം എന്താ അമ്മച്ചി. അയ്യോ വീണ്ടും ഷോക്ക് അടിച്ച്. നമുക്ക് തുള്ളി 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 പോവാം കേട്ടോ. ഓ അമ്മച്ചി വീണ്ടും വെടിവെച്ചിട്ട് ഗൈസ്. നമുക്ക് അമ്മച്ചിനെ ഷോക്ക് അടിപ്പിക്കാം. പോകണ്ട്. ഈ തള്ള എന്തോ വെച്ച് വെടിവെക്കുന്നുണ്ട്. നമുക്ക് ഇടിച്ചിടന്നല്ല. ഓഹ് ഈ അമ്മച്ചി ഒന്ന് എണ്ണീക്കാൻ സമ്മതിക്കണല്ലേ. നമ്മൾ എണ്ണീക്കാൻ കൂടി സമ്മതിക്കണ്ട കേട്ടോ ഗൈസ്. അങ്ങനെ അമ്മച്ചിയെ നമ്മൾ ഇടിച്ചിട്ട് ഒരാളോടെ മീൻ പിടിക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. നൈസായിട്ട് ബാക്കിൽ കൂടെ പോയിട്ട് തട്ടിയിടാം. നമ്മൾ തട്ടേണ്ടി വന്നില്ല. നമ്മൾ ചേറുമ്പോൾ തട്ടി, ചേറ് പോയിട്ട് അയാളെ തട്ടി, അത്ര ഉള്ളു. ഇവിടെ മെഷീൻ കേട്ടോ റെസ്റ്റ് ചെയ്ത് നമുക്കത് പോയി ചെയ്യാം. ചേട്ടൻ കുറച്ച് കുളിച്ചോടെ കിടന്നിട്ട് പുള്ളിയായിരുന്നു കുളിക്കണം കേട്ടോ ഗൈസ്. പുള്ളിക്ക് ഭയങ്കര നാറ്റം. കുറച്ച് നേരമായിട്ട് പുള്ളി കുളിച്ചിട്ടില്ല. അത് നമ്മൾ പുള്ളിനെ തട്ടി വെള്ളത്തിലിട്ടു. ഈ ഗെയിം ഞാൻ നേരത്തെ കളിച്ചതാണ് കേട്ടോ ഗൈസ്. ഗെയിംസൊക്കെ ഞാൻ കളിച്ചതാണ്. ഈ സംഭവം പ്ലേ സ്റ്റോറിൽ കാണാൻ പറ്റുമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കിട്ടൂല കേട്ടോ. സ്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനായിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചില്ലേ. പക്ഷെ അതല്ല, ഇതാണ് സ്റ്റീവ്. അയാളെ പോയി നോക്കിയാൽ നോട്ട് സ്റ്റീവ് എന്നാണ് കാണിക്കുള്ളൂ. അപ്പം സ്റ്റീവിനാണ് രക്ഷിക്കേണ്ടത്, മനുഷ്യനല്ല. ഇയാൾ തട്ടിങ്ങ വെള്ളത്തിലിട്ടാലേ വീണില്ല കേട്ടോ. അത് ചെയറ് പോയി വെള്ളത്തിൽ വീണു. ചെയറുള്ള ബെഞ്ചല്ലേ, കുഴപ്പമില്ല. നമുക്ക് നക്കി വെള്ളത്തിൽ കിടന്നുണ്ട്. ഇയാളവിടെ കിടന്ന് നീച്ചാവട്ടെ. ഇനി നമുക്ക് ഈ മെഷീൻ ചെയ്യാണ്ടോ. അതിന് നമ്മൾ അങ്ങോട്ട് പോകണം.
നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ നീന്തി പോവും. നമ്മൾ വരുന്ന വഴിക്ക് ഗാർബേജിൽ തട്ടിയിട്ടോ. ഒരു ക്രേറ്റ് കൊണ്ട് പുള്ളിക്ക് കൊടുക്കുക. ഇയാളപ്പുറത്ത് പോകാൻ കിട്ടും. ഇയാൾ നമ്മൾ തട്ടാനൊക്കെ വേണ്ട. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കസ്റ്റമർ പെട്ടി വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് പോകാൻ പറ്റും. ഇനി നമുക്ക് ഒരു നിമിഷം ഡ്രൈവ് ചെയ്യാം. ഇതെന്താ വണ്ടി കിടന്ന് പമ്പരം കറങ്ങണം? വണ്ടി ചെന്ന് അങ്ങോട്ട് കയറി കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഈ വഴിയാണ് കേട്ടോ വന്നത്. ഇൻട്രോസിങ് കാണിച്ചപ്പോൾ നമ്മൾ ഈ വഴിയാണ് വന്നത്. നമ്മൾ ഇവിടെ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നമ്മൾ ബാത്റൂമിൻ്റെ കീ എന്തോ കണ്ടുപിടിക്കാൻ. പുള്ളിക്കന്നെ ബാത്റൂമിൽ പോകണമെന്നാണ് ഗൈസ് പറയണത്. ഇതൊന്നും കീ കാണാനില്ല.
നിക്ക് പെട്ടി അവിടെ. ഇതിലൊന്നും കീ കാണില്ല കേട്ടോ ഗൈസ്. ഈ എല്ലാ പെട്ടി നമ്മൾ പൊട്ടിച്ച് നോക്കണം കേട്ടോ. അതിൻ്റെ മേളിലും പെട്ടിയിരിക്കുന്നുണ്ട്. തുള്ളാനല്ലടാ പൊട്ട. ഇത് സിമെൻറ്റ് സംതിങ് എന്തോ ആണ്. നമ്മൾ മുകളിൽ കയറി നോക്കണം കേട്ടോ. നമുക്ക് ഈ സംഭവം ആദ്യം വലിച്ചു കൂടിയിട്ടാൽ എന്നാൽ നമുക്ക് മേളിൽ കയറാൻ പറ്റുള്ളൂ. രണ്ട് ബോക്സ് കൂടി താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ബോക്സ് കൂടി നോക്കാനുള്ളൂ. നമ്മളെല്ലാ ബോക്സും പൊട്ടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റാട്ടോ നമുക്ക് ഇത് കിട്ടണത്. എല്ലാം കൂടി ബാത്റൂമിൽ കയറി പെറ്റി പെരി കിടക്കുന്നു തോന്നുന്നു. ബാത്റൂമാണല്ലോ അവൻ അഹങ്കാരം നോക്കി ഗൈസ്. നീ എന്നടിച്ചു കൂടാ. ഇനി നമ്മളിവിടെ ഉള്ള ഈ വണ്ടി എടുത്തിട്ട് പോയി എന്തോ ചെയ്യണം കഴിച്ച്. നമുക്ക് അവിടെ ഒരു മെഷീൻ ചെയ്യാണ്ട് കേട്ടോ. ഇപ്പോൾ പോണ വഴി ഈ മെഷീനാണ് കഴിച്ച്. ഇപ്പം നമ്മൾ പോണ വഴി നമ്മൾ ആ സംഭവം ചെയ്തു ആ മെഷീൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. നമ്മളെന്തായാലും ആ വഴിയാണല്ലോ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത് ചെയ്യാന്ന് വെച്ചത്. വണ്ടി സ്റ്റക്കായി ഗൈസ്. വണ്ടി ഇറങ്ങാം കേട്ടോ. വീട് നമ്മൾ റോഡ് സൈഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മിഷൻ കംപ്ലീറ്റ് ആയി. നമുക്കിനി ഈ സംഭവം ചെയ്യാം കേട്ടോ. നമുക്ക് പെന്നി വയസ്സിനെ അപ്പുറത്തൊരു ഗോ ടവർ ഉണ്ട്. അപ്പുറത്ത് നമ്മൾ നെക്സ്റ്റ് അൺലോക്ക് ചെയ്യാൻ നമ്മളെ ഗോ ടവർ ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെയാണ് നമ്മൾ പെന്നി വയസ്സ് ഉള്ളത്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇത് നമ്മൾ നെക്സ്റ്റ് ഈ ഗോട്ടറാണ് അൺലോക്ക് ചെയ്യേണ്ടത്. ഇത് അൺലോക്ക് ചെയ്താൽ നമുക്ക് പെന്നിവേഴ്സിൻ്റെ അടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെയും പോവാം, പക്ഷെ കറക്റ്റായിട്ട് സ്ഥലം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോകണം കേട്ടോ. ഈ സംഭവം ഇടിച്ച് വെള്ളത്തിലോട്ട് ഇടണം. ഓ ഗൈസ്, ഉള്ളതും കൂടി പൊട്ടിട്ടോ. എടാ നമ്മളിത് വെള്ളത്തിലിട്ട് പൊട്ടിക്കണം ഗൈസ്. എല്ലാ ബോംബും തീർന്നു ഗൈസ്. ഇത് പൊട്ടനുമ്പ് വെള്ളത്തിൽ കൊണ്ടിട്. എടാ എന്താടാ ഗൈസ്, ഇത് പൊട്ടനുമ്പ് വെള്ളത്തിൽ കൊണ്ടിടാന്ന് വെച്ചപ്പോൾ സംഭവം ഒരു കാര്യം ചേട്ടാ, നമുക്ക് വണ്ടിക്ക് അത് തീ വെച്ച് വരാം. നടക്കൂല, പരിപാടി നടക്കൂല കേട്ടോ ഗൈസ്. ഇനി ഒരു ബോംബ് മാത്രമേ ഉള്ളൂ. വേഗം 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 ഗൈസ്, നമ്മുടെ ഡൈനാമൈറ്റ് ഇല്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും കുറഞ്ഞില്ല ഗൈസ്. നമ്മളെന്താ ചെയ്യാൻ? ഉള്ള ഡൈനാമൈറ്റും കൂടി പൊട്ടി. ആ മെഷീൻ അങ്ങനെ പാളിപ്പോയിട്ട് ഇനി നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റില്ല. ഇനി അത് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് വരാം. നമുക്ക് പിന്നെ നോക്കേണ്ടത് ഒരു മിനിറ്റ് ഗൈസ്, ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഈ സംഭവം വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. പറ്റും ഗൈസ്, പറ്റും. അതേപോലത്തെ ഒരെണ്ണം കൂടി കിട്ടിയാൽ പറ്റുന്നുണ്ടോ ഗൈസ്? പ്രൊപ്പൈൻ ഗ്യാസിന് വേണമെന്നില്ല. ഞാൻ വരുന്ന വഴിക്ക് എന്തോ വേറൊരു സാധനം കൂടി ഞാൻ കണ്ടിരുന്നു അവിടെ. ഈ സാധനം കൂടെ അതിൽ കൊണ്ടിടാൻ പറ്റുന്നുണ്ട്. അത് ഫ്ലെയിമബിളാണ്. ഈ സാധനം കൂടെ നമ്മൾ അതിൽ കൊണ്ടിടണം. ഒരു തവണ കൂടി നമ്മളത് ചെയ്യണം കേട്ടോ ഗൈസ്. ഒരു തവണ കൂടി നമ്മളത് ചെയ്യണം. അതേപോലത്തെ ഒരു സാധനം കൂടി വേണം കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയും തപ്പി നോക്കാൻ ചിലപ്പോൾ കിട്ടാൻ വഴി ഉണ്ടാവും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡൈനാമൈറ്റ് ഇപ്പം തീർന്നു വിചാരിക്കും. നമുക്ക് ജസ്റ്റ് സംഭവം എടുക്കുക, അവിടെ കൊണ്ടിടുക ഗൈസ്. ഈ സാധനമായാലും മതി കേട്ടോ. ഓ ഗൈസ്, ഉള്ളത് നശിപ്പിച്ചത് നമ്മൾ കേട്ടാ. അത് പൊട്ടില്ലെന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ.
കറക്റ്റായിട്ട് പൊട്ടി സംഭവം. നമുക്ക് ആ ബ്ലൂ കളർ ബാരൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഓയിലാണ് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്, ഇവിടുത്തെ മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണ്ടോ. ഇവിടെ ഒരു മെഷീൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഗ്രീസിൻ്റെ എന്തൊരു സംഭവം എടുക്കണം. നമ്മൾ ആ ബ്ലൂ കളർ ബാരൽ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്, ആദ്യം മേളിലോട്ടൊന്ന് കയറട്ടെ. വെള്ളത്തിൽ നിന്ന് മേളിലേക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ കൺട്രോൾസ് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഞാൻ എമുലേറ്ററിൽ കളിക്കുന്ന PC അല്ല. എന്താ തേങ്ങ ഒന്ന് മാറിക്കണ്ട ചേട്ടാ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരുത്തിനെടുത്ത് അതിനുള്ളിൽ ഇടാം. അയ്യോ എടാ, നമ്മൾ മറ്റേ എടുത്തിട്ടാൻ നോക്കിയിട്ട് നമ്മളതിന് വീണ്ട. നോ പ്രോബ്ലം, നമുക്കപ്പുറത്ത് ഇവിടെ വരാൻ പറ്റും. നമ്മൾ നോർമൽ മനുഷ്യനായി ഗൈസ്, നോർമൽ ആടായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ബോംബ് പോലത്തെ സംഭവം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടിട്ട് പൊട്ടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഒരു പ്രൊപ്പൈൻ ഗ്യാസ് കിട്ടും, അത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. മര്യാദയ്ക്ക് ഞാൻ മറ്റേ സാധനം അവിടെ കൊണ്ടിട്ട് പൊട്ടിച്ചിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഞാനതൊന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാ, അത് പൊട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടിട്ടതാണ് ഗൈസ്. ഒരു മിനിറ്റ് കേട്ടോ, ആ ഗോ ടവറിൻ്റെ അടുത്ത് സംതിങ് എന്തെങ്കിലും ഉണ്ടാവും. ഒരു മിനിറ്റ് ഗൈസ്. ആ ഗൈസ് കിട്ടിട്ടോ, ഇവിടെ ഒരു പ്രൊപ്പൈൻ ഗ്യാസ് ഉണ്ട്. നമുക്കിത് കൊണ്ട് അവിടെ ഇടാം. ഓക്കെ, ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഡൈനാമൈറ്റിൽ ഇനി നമുക്ക് സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നമ്മൾ അതായത് ഈ സംഭവം എല്ലാം ക്ലീൻ ചെയ്യണം. നമ്മൾ നേരത്തെ പൊട്ടിച്ച ബാരലാട്ടോ. അവിടെ ഒരു പള്ളി കാണാൻ കഴിച്ചു നമുക്ക്. നമ്മളിനി അവിടെ ഒരു മിഷൻ ചെയ്യാനാണ് പോണത്. അവിടെ മുകളിലായിട്ടൊരു പള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിനി അവിടേക്കാണ് പോണത്.
നമുക്ക് ഈ വഴി പോവാം. ഇവിടെ വരുമ്പോൾ ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആട്ടോ, സെമിത്തേരിയാണ്. അതാണ് കേട്ടോ. ഇവിടെ പ്രാന്തം പൊങ്ങിയവനെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളാളെ ഹെഡ് ബട്ട് ചെയ്യണം. ഇത് കുറേ നേരം ചെയ്യുമ്പോൾ പ്രാന്തടിക്കുണ്ടായി. പുള്ളിക്കാരനെ ഇടിക്കണം നമ്മൾ. എവിടെ അവിടെ ഈ വഴി പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇടിക്കാം. ആദ്യം ഇതിൽ കൂടെ പൊങ്ങി വരുമ്പോൾ നമുക്ക് അതിൽ കൂടെ ഇടിക്കാമല്ലോ. ഒരു തവണ ഇടിച്ചു കിട്ടോ. എനിക്ക് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. ഇടിയടാ. പക്ഷേ ആളിപ്പോയി ഗൈസ്. ഇടിക്കി. ജടാ എന്താടേ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാട്ടോ ഗൈസ്. ഇത് കുറച്ച് ടൈം പിടിക്കും. ഇടിക്കി. ഇടിയടാ. ഇടിക്കടാ പൊട്ടനാടെ ഇടിയടാ. ഈ ആട് പൊട്ടനാട്ടോ ഗൈസ്. ഇടി. ഈടാ പൊട്ടനാട് ഇടിയാൻ പറഞ്ഞപ്പോ നമ്മൾ ഒരു തവണ കൂടി ചെയ്യണമെന്നാണല്ലോ സംഭവം. അയാൾ ഇങ്ങോട്ട് വന്നാൽ അടിക്കുകയായിരുന്നു. ചേട്ടാ ഇവിടെ വരൂ. ഇതിൽ വാ ചേട്ടാ. ഇയാളെന്തോ കുഴി കുത്തി കളിക്കാട്ടോ. ഇറങ്ങിയത് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴത്തേക്കും പോണു ഗൈസ്. ചേട്ടൻ ഇങ്ങോട്ട് വരുമോ? ഇയാളെന്തുവാടെ ഇങ്ങോട്ട് വരാത്തത്? അവിടെ മാത്രം പോയി കുഴിച്ച് വെക്കണം. ചേട്ടൻ ഇങ്ങോട്ട് വാ. എടാ കഴിവറി ഇങ്ങോട്ട് വാടേ. ഒന്ന് കിട്ടിട്ടോ ഗൈസ്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇയാളിവിടെ സെമിത്തേരിയിൽ വന്ന് എന്തോ കുഴിച്ച് നോക്കാണ് കേട്ടോ ഗൈസ്. അടിച്ച് മാറ്റാൻ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ മേളിൽ കയറണേ. പള്ളിയുടെ ഏറ്റവും വലിയ മെഷീൻ ഉണ്ട്. ഇവിടെ 2-3 മെഷീൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു 4 മെഷീൻ അങ്ങനെ ഉണ്ട്. ഒരെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിലൊരു മെഷീൻ ഉണ്ട്. നമുക്ക് ഇത് വഴി കയറാം.
മിനിറ്റ് ഗൈസ്. ഇതിവിടെ നമ്മൾ എന്തോ ചെയ്യണുണ്ട്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. മുമ്പ് നമ്മൾ ഈ സംഭവം ഗൂഗിളിൽ നിന്നൊക്കെ ചെയ്തിരുന്നു. ഗൂഗിളല്ല ഗൈസ്, യൂട്യൂബിൽ നിന്നൊക്കെ ചെയ്തിരുന്നു. ഞാൻ സംഭവങ്ങൾ മറന്നുപോയി. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നമ്മളിവിടെ വേറെ മെഷീൻ ചെയ്യണം കേട്ടോ. പേ റെസ്പെക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ചർച്ച് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ചർച്ചിനുള്ളിൽ നമുക്കൊരു മെഷീൻ ചെയ്യാനുണ്ട്. നമുക്ക് ചർച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ചർച്ച ഒന്നും കേട്ടോ ഗൈസ്, ജിം എന്താണ്. നമ്മളിവിടെ ഒരു മെഷീൻ ചെയ്യണം. ഇവിടെ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവരെ നമ്മളവിടെ ത്രെഡ് മില്ലിൽ കൊണ്ടിട്ട് ഓടിക്കണം. വാ ചേട്ടാ അങ്ങട്. നമ്മൾ തീർച്ചയായിട്ടും കാട്ടിപ്പോയി. പുള്ളിനെ കാണാല്ലോ കേട്ടോ. അങ്ങോട്ട് പോയി എടാ തേച്ചി. പുള്ളി അങ്ങോട്ട് തെറിച്ച് പോയിട്ടോ. അത് ശരി, ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുക. ഇത് വേറെ ആളാണ് ഗൈസ്. നമ്മൾ 4 പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓടിക്കണം. താഴെ ചാടിയ തള്ളയിടിച്ച് മൂടി ഞാൻ പൊട്ടിക്കും. ഇത് കുറേ നേരം സാധനം കിടന്ന് തീ പിടിക്കണം. ഇവിടുത്തെ വർക്കേഴ്സിനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഇവരൊന്നും പിടിച്ചുകൊണ്ട് ഇവിടെ നിർത്താനൊന്നും പറ്റില്ല.
ഇവിടെ ഒരാളെയും കാണാനില്ല ഗൈസ്. ഈ അമ്മച്ചീനെ നേരത്തെ ഞാൻ അവിടെ ഓടിക്കാൻ കൊണ്ട് നിർത്തിയത്. ഇതൊരു മാതിരി എന്തോ ഒരു സാധനത്തിനെ പിടിച്ചിട്ട് എന്തോ ഒരു സാധനം പിടിച്ച് ത്രെഡ്മിൽ ഇടുമ്പോൾ കിടന്ന് കുഞ്ഞ് കളിക്കില്ല അതേപോലെ. ഒന്ന് നിൽക്ക് ചേട്ടാ അവിടെ. എന്താ പറയാൻ എനിക്കറിയില്ല കേട്ടോ. നിൽക്കട അവിടെ. അയ്യോ പൊടിഞ്ഞു കുത്തി വീഴും. പൊടിഞ്ഞു കുത്തി വീഴും മാതിരിയാണ് കിടക്കണത്. ഇയാള് തന്നോട് ഞാൻ അവിടെ നിൽക്കാല്ലേ പറഞ്ഞ്, താനെന്ത് ഇവിടെ വന്ന് കിടക്കണു? ഇയാളെ പിടിച്ചവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? വട അങ്ങോട്ട്. ആരെങ്കിലും പിടിച്ചോണ്ടെന്ന് വെച്ചാൽ മതി. പുറത്തേക്ക് ആൾക്കാരെ തന്നെ വേണമെന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും 4 പേരെ കൊണ്ട് നിർത്തി ഓടിച്ചാൽ മതി. നമ്മൾ 2 സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 4 കൂടി ചെയ്യണം. മുകളിലുള്ള മിഷൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ ഗൈസ്. വീഡിയോയുടെ ലെങ്ത്ത് ഇപ്പോഴേ കൂടി 48 മിനിറ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. നമ്മുടെ ചാനലൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. നമ്മളിതിൻ്റെ പാർട്ട് 2 നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വരും കേട്ടോ.